ഹായ് ഫ്രണ്ട്സ് ടൊരിട്ട് പോവാം നമ്മൾ ഹീറോ ഇന്ത്യൻ ഗേൾ. അതെ, നമ്മൾ കൊറിയൻ ബോയ്. അത് മാത്രമല്ല, നമ്മൾ ഷുഗ പറഞ്ഞ ഒരു കമ്പനീൻ്റെ CEO ആണ്. അത് മാത്രമല്ല, കമ്പനി CEO. നമ്മളെ ഹീറോയും പറഞ്ഞ ഒരു ബോക്സർ ഗേൾ. ബോക്സിങ് നന്നായിട്ട് അറിയും, ബോക്സിങ് ട്രെയിനിങ് നന്നായിട്ട് അറിയാം ഹീറോയ്ക്ക്. ബോക്സിങ് കറക്റ്റ് പഠിച്ചത്. എൻ്റെ ബോയ്സ് എല്ലാം വന്ന് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്യുക, അതുപോലെ ടോർച്ചർ ചെയ്യുക. അതുകൊണ്ട് ബോക്സിങ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെയായിട്ട് അവരെ അടിച്ച് പായിക്കുകയാണ് ഹീറോയ്ക്ക് നിറയെ പ്രപ്പോസ് വരും. അതുമാത്രമല്ല, ഹീറോയിൻ്റെ അച്ഛനക്ക് അയ്യോ തല വെക്കാൻ പറ്റില്ല എന്ന് അച്ഛന് വഴക്ക് പറയായിരുന്നു. പ്രിയ എന്താ ചെയ്യുന്നത് അച്ഛനൊക്കെ അറിയില്ലേ? അയ്യോ എന്തിനാ അമ്മ പറയായിരുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോക്സിങ് എന്തിനാ പെണ്ണ് കൂട്ടുന്നത്. ഇവൾക്ക് പ്രപ്പോസ് വന്നാൽ ഏത് വന്നാൽ തച്ചിട്ട് കല്യാണം നോക്കുക ചെക്കന് വന്നാൽ അച്ഛന് പായിക്കും ഇവള് എന്ന് അമ്മ അച്ഛന് വഴക്ക് പറയായിരുന്നു. അതെ, ഹീറോയിന് പെണ്ണ് നോക്കിയ ഫസ്റ്റ് പെണ്ണ് നോക്കുക. നമുക്ക് ഫ്ലാഷ് ബാക്ക് നോക്കാം. ഫസ്റ്റ് ഒരു പെണ്ണ് നോക്കുവാന്ന്. അതെ, ഡോക്ടറാണ്. ചെക്കനിക്ക് ഹീറോയിനെ കണ്ട് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട അയ്യോ അമ്മ എനിക്ക് കുട്ടി ഇഷ്ടപ്പെട്ട് അമിതിയായിട്ടുണ്ടെന്ന് ഡോക്ടറായിരുന്നു. ആ ഡോക്ടർക്ക് ഭയങ്കര ഹീറോയിനെ നോക്കി ജൊല്ലു പൊട്ടായിരുന്നു. എനിക്ക് കുറച്ച് സംസാരിക്കണം. അച്ഛനമ്മ ഇവള് മാരേജ് സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ പോയിട്ട് ചെക്കൻ റൂം വിളിച്ചുകൊണ്ട് പോയി വാതിൽ ലോക്ക് ചെയ്തു. അങ്ങനെ ഹീറോയി ഒരു പിങ്ക് കളർ സാരി എടുത്തായിരുന്നു. ഹീറോയി തിരിഞ്ഞ് ആ ചെക്കനടുത്ത് വിളിച്ചോണ്ട് ആ ചെക്കൻ ജെള്ളിപ്പാട്ടി തന്നെ. അതെ, ഹീറോയുടെ അടുത്ത് പോയി ഇങ്ങനെ അവിടെ വെച്ച ഒരു സീക്രട്ട്. അതെ, ഹീറോയെ കുത്തുന്ന ബോക്സിങ് അതവിടെ ഉണ്ടായിരുന്നു. ചെക്കനൊക്കെ നിങ്ങൾക്ക് ബോക്സിങ് ഇഷ്ടമാണോ എന്ന് കിട്ടിയായിരുന്നു. ആ ചെക്കൻ അതേടാ കുത്തിയായിരുന്നു ആ ചെക്കന്. അയ്യോ അമ്മ എനിക്ക് പെണ്ണ് വേണ്ട എന്ന് ചെക്കന് ഓടിപ്പോയി. അങ്ങനെയായിട്ട് ഹീറോ റൂമൊക്കെ ഇല്ല വെളിയിൽ കൊണ്ടുപോയിട്ട് ചെക്കന് മുത്തായിരുന്നു ഡോർ. ഇങ്ങനെ 10-12 ആളേജ് വന്ന് ഹീറോയി ടച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അച്ഛനക്ക് വെടിഞ്ഞു. അയ്യോ ഇവൾക്ക് നോക്കിയാൽ എനിക്ക് വയസ്സ് കാലത്തിൽ ഇങ്ങനെ പറ്റില്ലല്ലോ. അമ്മ അച്ഛന് വഴക്ക് പറയായിരുന്നു. പ്രിയ കൊന്ന് എനിക്ക് ഇഷ്ടമല്ല അച്ഛാ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ പറഞ്ഞിട്ടായിരുന്നു. ഏണാ ചേട്ടനെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ ചേട്ടനെ പിടിച്ച് അയ്യോ അമ്മ ഇവളെ വെച്ച് ഞാൻ പറഞ്ഞേക്ക്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പിടിച്ച അർജുൻ നിനക്ക് വയസ്സ് ഇപ്പം 26 വയസ്സായി, നിനക്കിപ്പം മാരേജ് കഴിക്കുക. അമ്മ എനിക്ക് ഇപ്പം നിനക്ക് പെണ്ണ് നോക്കുക എന്നാൽ അർജുനോട് വാക്ക് പറഞ്ഞായിരുന്നു. അർജുൻ അയ്യോ ഇവളൊരു കാര്യം. അർജുനക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ അർജുനക്ക് മാരേജ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അർജുനക്ക് ഇങ്ങനെ 1 മന്ത് ലീവ് കിട്ടിയായിരുന്നു അർജുൻ പറഞ്ഞ് കൊറിയയിലാണ് ജോബ് ചെയ്യുന്നത്. അർജുനക്ക് പെണ്ണ് നോക്കിയായിരുന്നു. അർജുനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. അർജുന് ഇഷ്ടപ്പെട്ടവർക്ക് ഗേളില്ലായിരുന്നു. അങ്ങനായിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനായിട്ട് ആ ഹീറോയ്ക്ക് അർജുനക്ക് മാരേജ് നന്നായിട്ട് ചെയ്തു. നല്ല ക്യൂട്ടായിട്ട് ഗേളായിരുന്നു. അർജുനക്ക് മാരേജ് നടന്നു. അർജുനക്ക് ഹീറോയിനെ നോക്കി കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അർജുനക്ക് മാരേജ് ആയിരുന്നു. അർജുൻ ഹീറോയിനെ നോക്കി മുറയ്ക്കായിരുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ എനിക്ക് മാരേജ് കഴിപ്പിക്കും പറഞ്ഞിട്ട് നിനക്ക് കല്യാണം ആയില്ലെന്ന് ഹീറോയി വിളിക്കായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഫസ്റ്റ് ഇയറാണ് കോളേജ് പഠിക്കുന്നത്. ഹീറോയിൻ്റെ ചേട്ടൻ ഭയങ്കര ടെൻഷനായിരുന്നു. അത് വൈഫിനെ കൊണ്ടുപോയിട്ട് കൊറിയക്ക് പോയായിരുന്നു. അവിടെ ജോബ് ചെയ്യാണ്. രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. വൈഫ് പറയാൻ തുടങ്ങി നിങ്ങൾ വിഷമിക്കണ്ടെന്ന്. അതെ, ഹീറോയ്ക്ക് അവളെ നന്നായിട്ട് അറിയൂ. അതെ, ആ പെണ്ണ് ഹീറോയി വേണമെന്ന് ചെയ്തതാണ്. ചേട്ടൻ ആ പെണ്ണിക്ക് കുറേ വാദിച്ച് വരാം. അത് വരാനല്ല, ഹീറോയിൻ്റെ സീനിയർക്ക് ഹീറോയിൻ്റെ ചേട്ടൻ നല്ല കണ്ണ്. അതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ ലവ് ചെയ്യുന്നത് ഹീറോയ്ക്ക് അറിയും. അതുകൊണ്ട് സാഡായിരുന്നു. സീനിയർ പറഞ്ഞ ഹീറോയ്ക്ക് ഇഷ്ടമാണ്. ഹീറോയിനെ നന്നായിട്ട് കെയറിങ് ചെയ്യും. അതുമാത്രമല്ല, ഹീറോയി ഫസ്റ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബുള്ളിങ് ചെയ്യുമ്പോൾ സീനിയർ വന്നത് അയച്ചത്. ഹീറോ വെളിയിൽ പോയി ബോയ്സ് അങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ ചെറിയ വയസ്സിൽ പ്രപ്പോസ് അത് ഇത് വരുമ്പോൾ ബുള്ളിങ് അങ്ങനെ ചെയ്യുമ്പോൾ സീനിയർ ചേച്ചി വന്ന് റഷിക്കായിരുന്നു. അങ്ങനെ സീനിയറിനെ പോലെ സീനിയർ ഒരാളെ ലവ് ചെയ്യുന്നത് അതറിയുമായിരുന്നു. സീനിയറിൻ്റെ ഇടയ്ക്ക് കേട്ടായിരുന്നു ആരാ സീനിയർ ലവ് ചെയ്യുന്നതെന്ന് നോക്കായിരുന്നു. സീനിയർ പറഞ്ഞായിരുന്നു ലവ് ചെയ്യാമെന്ന്. അങ്ങനെ പറയണ്ട, സീനിയർ നിങ്ങൾ ലവ് ചെയ്യണം. അത് ആരാ സീനിയർ അവരാരാ അറിയില്ലമ്മ. സീനിയർക്ക് ഞാൻ ചെയ്യാം. അത് മാത്രമല്ല അതെൻ്റെ ചേട്ടൻ. സീനിയർക്ക് ഷോക്കായിരുന്നു. എന്തായാലും എൻ്റെ ചേട്ടനാണോ ഷോക്കായിരുന്നു. സീനിയർ എനിക്ക് ചേട്ടനെ നിങ്ങൾ എൻ്റെ അന്യായി വന്നാൽ എനിക്ക് ഓക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ സീനിയറിൻ്റെ വീട്ടിൽ എങ്ങനെ കറക്റ്റ് ചെയ്ത് ഹീറോയിൻ പ്ലാൻ ചെയ്ത് ഇത് പറഞ്ഞ് ഹീറോയിൻ്റെ ചേച്ചി സീനിയർക്കും ഹീറോയിൻ്റെ ചേട്ടനും മാരേജ് ആക്കി.
അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. സീനിയർ താങ്ക് യു അക്ക, നിങ്ങളൊരു എനിക്ക് അമ്മയും മാതിരി ഒരു അക്ക മതിയെന്ന് ഹീറോയിൻ ഒന്ന് കെയറിങ് ചെയ്തു. ഇങ്ങനെ വഴക്ക് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ടെൻഷനൊന്നും വേണ്ട, അങ്ങനെ സീനിയർ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ബേബിയാണ്, ട്വിൻസ്, ബോയ് ബേബി ഗേൾ ബേബി ആയിരുന്നു. അങ്ങനെ ഹീറോയിന് മാരേജ് ചെയ്യും. ഇങ്ങനെ ആയിട്ട് ഹീറോയിൻ ശരി ചേട്ടനെ കാണാം എന്ന് പോയായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അതെ, ഫൈനൽ ഇയർ പഠിക്കുകയാണ് ഹീറോയിൻ. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഹീറോയിൻ്റെ ചേട്ടൻ മാരേജ്. ഇപ്പോൾ ബേബീസ് ഉണ്ട്. ബേബീസ് ഇപ്പോൾ കുറച്ച് സംസാരിക്കും. അതുമുതലുള്ള ഹീറോയിൻ ഹേ ഹേ എന്ന് ചിരിക്കുകയായിരുന്നു ഹീറോയിൻ്റെ ചേച്ചീൻ്റെ ബേബി. അതെ, അവർക്ക് ബേബിക്ക് 4 നടക്കാം, 4 വയസ്സ് നടക്കാൻ പോകുന്നത്. 4 അല്ല 5 അത്ര ഇല്ല. അത് ബേബീസ് കുറച്ച് സംസാരിക്കും. ഹീറോയിൻ വീട്ടിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ഫങ്ഷൻ പാർട്ടി ഉണ്ടായിരുന്നു. അടുത്ത സിഒ ഷുഗ വന്നായിരുന്നു. ഷുഗ ഹീറോയിനെ കണ്ട് ഫ്ലാറ്റായി. അയ്യോ, ഇവളെ കാണാൻ ഹോട്ടായിട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് ഷുഗ സൈറ്റ് അടിക്കായിരുന്നു. ഇത് ഹീറോയിൻ്റെ അമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മക്ക് ഷോക്കായിരുന്നു. അയ്യോ, ഇവനെ കാണാൻ നല്ല സുന്ദരൻ ഹാൻസം ആയിട്ടുണ്ടല്ലോ, ഒരുപോലെ ഇവളൊക്കെ മാരേജ് കഴിച്ച് കൊടുത്താൽ ഈ അതേ നിലമാവും എന്ന് അമ്മ ഉണ്ടായിരുന്നു. അച്ഛൻ ഇത് ശ്രദ്ധിക്കായിരുന്നു. അച്ഛന് കൊതിയായിട്ട് ആരപ്പ ഇതെന്ന് ഹീറോയിൻ്റെ ചേട്ടനോട് കേട്ട. ഇതിൻ്റെ സിഒ ആണ്, കോൾഡ് സിഒ ആണ്. ഓ, കോൾഡായിട്ട് എന്ത് പ്രശ്നമുണ്ടോ, ഇവനെ കഴിഞ്ഞ അടി കിട്ടിയാ ശരിയായി അവൻ. അങ്ങനെ ഹീറോയിനെ സൈറ്റ് അടിക്കാറുണ്ട്. ഹീറോയിൻ്റെ ചേട്ടനോട് ഒരു സംസാരിക്കാതെ ഇതിന് പറിച്ചു വിട്ടായിരുന്നു. എൻ്റെ അനിയത്തിയാണ്. വന്ന് എൻ്റെ കൂടെ കുറച്ച് സംസാരിക്കുകയാണ് പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടൻ വിളിച്ചോണ്ട് പോയി. സാർ എന്താ സാർ, എനിക്ക് എൻ്റെ അനിയത്തി ഇഷ്ടപ്പെട്ടു പോയിടാ. അതൊക്കെ സാർ, എന്ത് സാർ നിങ്ങൾക്ക് അവളെ പിടിച്ചിനാ? അതെ, ഇപ്പം എന്ത് പ്രശ്നം സാർ, നിങ്ങൾക്ക് അവൾ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല സാർ, ഇങ്ങോട്ട് പോവാ സാർ. ഞാൻ പറഞ്ഞിട്ട് എനിക്കറിയില്ല, ഇവള് ചാമ്പ്യനാണ്. അത് മാത്രമല്ല സാർ, ഇവൾക്ക് നിറയെ പ്രപ്പോസൽ, നിറയെ ബോയ്സ് ഇവളെ പുറകെ നടക്കുക സാർ. ഇത് മാത്രമല്ല നിറയെ വീഡിയോസും നോക്കിക്കോ, വീഡിയോസെല്ലാം കാട്ടി ഇപ്പോൾ വെളിയിൽ പോവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹീറോ എവിടേക്ക് പോകുന്നത്? ഇല്ലപ്പാ, അവള് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഇറങ്ങാൻ പോവാ. വാ സാർ, ഇപ്പോൾ നമ്മൾ പുറകിൽ ഫോളോ ചെയ്തിട്ട് പോവാ.